Hi guys, welcome to HACKPHILES. Me Astra. അപ്പോൾ നമ്മുടെ Raspian OSൻ്റെ ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ഞാൻ റാസ്ബെറിപ്പൈയോട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, കാണുന്നില്ലടാ, പിള്ളേർക്ക് കാണുന്നില്ല, ലൈറ്റ് ഓൺ ആക്കടേ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ റാസ്ബെറി കണക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ റാസ്പിയൻ OS. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ റാസ്പിയൻ എന്ന് പറയുമ്പോൾ ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ SSH വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. HDMI വഴി അല്ല. ഓക്കെ, HDMI രണ്ടിലും ഒരേ തന്നെയാണ് കാണല്, പക്ഷേ അതൊരു മോഡ് ഓഫ് കണക്റ്റിംഗ് ആണ്. ഇപ്പോൾ SSH എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ HDMI കേബിളൊന്നും കുത്താതെ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ട് VNC സെർവറിലൂടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിവേ ഇതിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ചിഹ്നം കാണാൻ കഴിയും. ഓക്കെ, ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഭവങ്ങളുണ്ട്. ഇതിൽ കുറേ കാറ്റഗറി ഉണ്ട്. നമ്മുടെ ലിനക്സ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ അതിൽ പ്രോഗ്രാമിംഗ് ഉണ്ട്. പ്രോഗ്രാമിൽ കുറേ ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ക്രാച്ച് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നല്ല രസമാണ് പഠിക്കാൻ. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. ഓക്കെ, ഇത് എനിക്കറിയില്ല, ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ ആനിമേഷൻ, സൗണ്ട് കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, മിയോ എന്തൊക്കെ സൗണ്ടൊക്കെ വരും. ഞാൻ ഇപ്പോൾ SSH വഴി ആയതുകൊണ്ടാണ് സൗണ്ട് കിട്ടുന്നുണ്ടാവില്ല. ആ ഒരു സീനുണ്ട്. ഓക്കെ, സൗണ്ട് കണ്ടോ, ആ ഒരു സീനുണ്ട്. ഓക്കെ, ഇതെന്താണെന്നൊക്കെ അറിയില്ല. ഇതൊരു സ്ക്രാച്ച് ഒരു ലാംഗ്വേജ് തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് നീങ്ങുന്നൊക്കെ ഉണ്ടല്ലോ, കണ്ടാ കൊള്ളാലോ കളി. നടക്കും ഇനി. എന്താ ചോപ്പ്, മറ്റേ നമ്മുടെ പണ്ട് ചെയ്ത മാതിരി ആ സംഭവമാണ് തോന്നുന്നത്. ആനിമേറ്റ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നടത്താം. നമുക്കൊരു കാർട്ടൂൺ പോലെ ഉണ്ടാക്കാൻ കഴിയും ഇത് വെച്ചിട്ട്. അതാണ് ഞാൻ നോക്കിയ സമയത്ത്, അന്ന് വാങ്ങിയ സമയത്ത് ഞാൻ ഇതൊക്കെ നോക്കിയിരുന്നേ, പിന്നെ മറന്ന് ഇതൊക്കെ. പിന്നെ ഞാൻ ഇതത്ര യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ അതാണ് ഒരു സ്ക്രാച്ചാണ്. പിന്നെ ഈ ഒരു MU ഉണ്ട്. ഇതെന്താ നോക്കട്ടെ. ഓക്കെ, MU ഇത് ഗെയിമാണ്. MU എനിക്കറിയില്ല. പൈ ഗെയിം 0 ഉണ്ട്. ഓക്കെ, ഇതെന്താ റൈറ്റ് യുവർ കോഡ് ഹിയർ. ഇത് ID ആണ് തോന്നുന്നു. സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയില്ല, ഞാനിത് യൂസ് ചെയ്തിട്ടില്ല ഈ സാധനങ്ങളൊന്നും. ഓക്കെ, പിന്നെ ഇതൊക്കെ IDE ആണ്. പിന്നെ ഇത് ജാവ IDE ആണ്. പിന്നെ ജീനി ലൈറ്റ് വെയ്റ്റ് IDE ആണ്. C++ കാര്യങ്ങളൊക്കെ എഴുതാൻ യൂസ് ചെയ്യാം. പിന്നെ ടെക്നിക്കൽ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഉണ്ട്, മാത്തമാറ്റിക്ക. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യിപ്പിക്കാൻ തോന്നുന്നത്. ഓക്കെ, പിന്നെ ഓക്കെ, വേൾഡ് ഫാം ലാംഗ്വേജ് ഡോക്യുമെൻറ്റേഷൻ സെൻറ്റർ. ഓക്കെ, ഇതെന്താ ഇൻ്റർനെറ്റ് കാണാമെന്നാവും. ഓക്കെ, ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇൻ്റർനെറ്റിലൊക്കെ പോകുന്നുണ്ട്. എനിവേ ക്ലോസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നതാണ് നോഡ് റെഡ്. ഓക്കെ, നോഡ് റെഡ് ഈസ് നോഡ് റെഡിനെ കുറിച്ച് എനിക്കറിയില്ല. എന്താ സെർവറാണോ തോന്നുന്നു, അറിയില്ല, സോറി. പിന്നെ സ്ക്രാച്ച് 3 പോലെ തന്നെയാണ്. പിന്നെ സെൻസ് എമുലേറ്റർ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ റാസ്ബെറി പൈ പോലെ തന്നെ ഒരു മൈക്രോ കൺട്രോളറാണ് സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ആമസോണിലൊക്കെ. അതും 5000 രൂപ വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് മറ്റേ ഒരു ഇങ്ങനെ കളർ പോകുന്നത്. ഇത് കണ്ട ഇതേമാതിരി സംഭവങ്ങളുണ്ടാവും. ഇതിലിങ്ങനെ കളർ ഇങ്ങനെ പോകേണ്ട സെറ്റപ്പൊക്കെ ആക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആനിമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമ്മുടെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റാസ്ബെറി പൈ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ ഗൈസ് കുറേ കാര്യങ്ങൾ. ഈ ഒരു കാണുമ്പോൾ ഇതൊരു ചെറിയ സാധനമാണ്, ബട്ട് ഗൈസ് ഇതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. ഹാക്കിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതും ഉണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള DIY ചെയ്യാൻ കഴിയുന്നൊരു സാധനമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് ഡ്രോൺ വരെ ഉണ്ടാക്കാൻ കഴിയും. ഡ്രോണ് ഓക്കെ, അപ്പോൾ നമ്മൾ ചാനലിൽ ഡ്രോൺ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യലി കുറച്ച് സീൻ ഉണ്ടായിട്ടാണ്. ഓക്കെ, അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ചാനലിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്സ് കാര്യങ്ങൾ, റവന്യൂ കാര്യങ്ങൾ ഈ ചാനലിൽ തന്നെ നമ്മുടെ പ്രൊജക്റ്റ്, അതുപോലെ തന്നെ ഓരോ ഹാക്കിംഗ് ഗാഡ്ജറ്റൊക്കെ അൺബോക്സിങ്, അതുപോലെ തന്നെ ഗീവ് അവേ,
അതുപോലെ തന്നെ റെഡീം കോഡ് ഗീവ് അവേ ട്രൈ ഹാക്ക് മിൻറ്റി ഇതിൻ്റെയൊക്കെ അതൊക്കെ കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ബട്ടൺ ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി, ക്യാഷ് ഉള്ളവർ മാത്രം ചെയ്താൽ മതി. തെന്നിയിലച്ചിട്ട് ഒരു പേടിക്കാനും ഇല്ല, ഒരു ആരും വിഷമം അടിക്കാൻ ഫീൽ ആവുമെന്നും വേണ്ട, ഞാൻ പറഞ്ഞു വന്നുള്ളൂ. ഓക്കെ, ഫിനാൻഷ്യലി നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ സെറ്റപ്പൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സൊക്കെ എത്ര ഉണ്ട്, 4 സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ റാസ്ബെറി പൈ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട് മൊത്തം ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും, ഫുൾ IoT ബേസ്ഡ് ആയിട്ട്. നമുക്ക് വേണമെങ്കിൽ വീട് എവിടുന്ന് ലൈറ്റ്, എവിടെ പോയിട്ടും വീട് ലൈറ്റ് ഇതൊക്കെ ഓണാക്കാൻ കഴിയും, ഇത് പോർട്ട് ഫോർവേഡിങ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് വോയിസ് കൺട്രോൾഡ് ആയിട്ട് ചെയ്യാൻ കഴിയും വീട്. ഞാൻ എൻ്റെ ഈ ഒരു ഞാൻ നിൽക്കുന്ന റൂം ഫുള്ള് ഓട്ടോമേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ബട്ട് എനിക്ക് ഇലക്ട്രിക്കലി അത്ര നോളജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മൊത്തം കത്തിപ്പിടിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടും ഞാൻ ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോളേജിലൊക്കെ ഉള്ളൊരു ഷോക്കാണ് റെക്കോർഡ് ചെയ്ത നോട്ട് ചെയ്ത എന്നുള്ള സംഭവങ്ങൾ. അതൊക്കെ നമുക്ക് ഈ ഒരു റാസ്ബെറി പൈ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും, അതിൻ്റെ ഒരു മെഷീനൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അതിന് കുറച്ച് പൈസ ഒരു അറൗണ്ട് ഒരു 5,000 വരും. കാരണം നമുക്ക് ആ ഒരു വരക്കാനും അതുപോലെ തന്നെ എഴുതാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടി നമുക്ക് സ്റ്റെപ്പ് അപ്പ് മോട്ടർ കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. പിന്നെ അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് എല്ലതും. ഓക്കെ, എന്തായാലും വരും, കാരണം നമുക്കൊന്ന് ട്രൈ വെക്കണം. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് സോണിക് പൈ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്ട്രേഞ്ചർ തിങ്സിൻ്റെയും കവർ സോങ്ങും, അതുപോലെ തന്നെ കവർ സോങ് അല്ല എന്താ പറയുന്നത്, ഓക്കെ, തീം സോങ്ങും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ്റെ ആ ഒരു മ്യൂസിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സോണിക് പൈ എന്താണ് പക്ക DJ ആണ്. നിങ്ങൾക്ക് സോണിക് പൈ DJ എന്ന് അടിച്ചാൽ കാണാൻ കഴിയും. പക്ക ഒരു DJ സെറ്റപ്പ് പോലെ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ കോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ലൈവായിട്ട് കോഡ് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, എനിവേ സംഭവം പക്കാണ്, നല്ല സ്കിഡിലെ സാധനമാണ്, നല്ല രസമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കാത്ത എന്താണെന്ന് വെച്ചാൽ SSH വഴി ആയതുകൊണ്ട് സൗണ്ട് കണക്ഷൻ ഇല്ല, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നല്ല കിഡിലിനായിട്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, സ്ട്രേഞ്ചർ തിങ്സിൻ്റെ തീം സോങ് കൊടുത്തതും പൈറേറ്റ്സ് ഓഫ് കരീബിയൻ്റെ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോ ഉണ്ടെന്ന് പോയി കണ്ടുനോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം സെറ്റാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എന്നാണ് പറയുള്ളത്, നല്ല കിഡിലിനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് സോണിക് പൈ അത്ര അറിയില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. കോഡിംഗ് ആണ്, പക്ഷേ അത് പൈതണോ അങ്ങനെ ഏത് ലാംഗ്വേജ് ഒന്നുമല്ല, അതിൻ്റേതായിട്ടുള്ളൊരു ലാംഗ്വേജ് കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് ഇപ്പോൾ വോഫാം ഉണ്ട്, ഇതെന്താ, ഓക്കെ, വോഫാം ലാംഗ്വേജ്. ഓക്കെ, ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. പിന്നെ ഇവിടെ സ്മാർട്ട് സിം ഉണ്ട്. ഓക്കെ, ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഒരു സംഭവമാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് നേരിട്ട് ഓർമ്മയില്ല. ഓക്കെ, ഞാൻ മറന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കൂടുതൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ പക്ഷേ റാസ്ബെറി പൈൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ നോക്കിയ സമയത്ത് ഞാൻ അന്ന് എന്തോ കണ്ടായിരുന്നേ. ഓക്കെ, എനിവേ അത്ര കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ഗെയിം കാര്യങ്ങളൊക്കെയാണ്, മൈൻക്രാഫ്റ്റൊക്കെ നമുക്ക് കളിക്കാൻ കഴിയും. പിന്നെ അത് നമ്മുടെ റാസ്ബെറി പൈ വെച്ച് നമുക്ക് ഒരു മൈൻക്രാഫ്റ്റ് സെർവർ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സെർവർ ആക്കിയിട്ട് നമ്മുടെ സൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റാസ്ബെറി പൈയിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് VMware പോലെ എന്താണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമുക്ക് എന്താണ് വിർച്വൽ മെഷീൻസൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് ഒറ്റൊരു റാസ്ബെറി പൈയിൽ ചെയ്യുന്നത് ബെറ്റർ അല്ല, ക്ലസ്റ്ററായിട്ട് ചെയ്യുന്നതിലാണ് കൂടുതൽ കാര്യം ഉണ്ടാവുക, നല്ല കുറേ റാമ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. പിന്നെന്താ ഇപ്പോൾ ഉള്ളത്? ഓക്കെ, പിന്നെ നമ്മുടെ റാസ്ബെറി പൈൻ്റെ പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നോക്കിയാൽ കിട്ടും, അവരുടെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ നെറ്റ് കണക്റ്റഡ് ആണോ എന്ന് അറിയത്തില്ല. ഓക്കെ, എനിവേ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ പറയാം. നമ്മുടെ റാസ്ബെറി പൈ വെച്ചിട്ട് നമുക്ക് എന്താണ് റേഡിയോ ഫ്രീക്വൻസി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ടൈമിൽ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ദിവസം കൂടി ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ വേറെ ചെറിയൊരു സീൻ വന്ന്, അപ്പോൾ പിന്നെ നിർത്തി പോയതായിരുന്നു. ഓക്കെ, എനിവേ ഇപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് ഓർമ്മ വരുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഒരു റാസ്ബെറി പൈ ഞാൻ എടുക്കലില്ലായിരുന്നു, ഞാനിതിപ്പോൾ റൂട്ടറായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഓക്കെ, എനിവേ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് എൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക്
ഓവർ പവർ ചെയ്യാൻ കഴിയും ഏത് ഫ്രീക്വൻസിയിലോട്ട്. ഇപ്പോൾ 91.9 റേഡിയോ മാംഗോ ആണെങ്കിൽ നമുക്ക് ഈ റാസ്ബെറി പൈ വെച്ചിട്ട് അതിലോട്ട് ഓവർ പവർ ചെയ്യാം. പിന്നെ അവിടെ കേൾക്കുന്നത് നമ്മുടെ സൗണ്ട് ആയിരിക്കും. നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ലൈവായിട്ട് മൈക്കൊക്കെ കൊടുത്തിട്ട് പറയാൻ കഴിയും. ഓക്കെ, ഞാൻ അത് കാണിക്കാൻ പറ്റില്ല കാരണം എൻ്റെ മൈക്കില്ല. ഈ റാസ്ബെറി പൈൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എൻ്റെ അടുത്ത് മൈക്കുണ്ട്, മൈക്ക് പക്ഷേ USB-ൻ്റെ മൈക്കല്ല, ഇതിന് USB-ൻ്റെ മൈക്ക് മാത്രം എടുക്കുകയുള്ളൂ. ഇതിന് ഓഡിയോ ഇൻപുട്ട് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ മറ്റേത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മറ്റേതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. ഓക്കെ, എനിവേ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ 91.9 നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എവിടെ ആണെങ്കിലും കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ടോ, അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഒരു റാസ്ബെറി പൈ നമ്മളൊരു ചെറിയൊരു വയർ കൊടുത്തിട്ട് ആൻറ്റിനെ പോലെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയുണ്ട്, ആ ഒരു അളവിൽ മാത്രമായിരിക്കും, ആ ഒരു റേഡിയസിലായിരിക്കും ഈ ഒരു ഇത് കിട്ടുന്നത്. അത് നമുക്ക് പിന്നെ ആൻറ്റിനെ വെച്ചിട്ട് വലുതാക്കാൻ പറ്റും. മാക്സിമം ഒരു വലിയൊരു ബിൽഡിങ് അല്ലെങ്കിൽ നമ്മളൊരു വീടും പറമ്പും ആ ഒരു റേഡിയോയിലോട്ട് ആ ഒരു ഇതിലോട്ടൊക്കെ എത്താൻ കഴിയും. പിന്നെ നമുക്കത് ചെയ്യാൻ കഴിയും. പിന്നെ അതൊക്കെ നമുക്ക് ആംപ്ലിഫൈ ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല, അപ്പോൾ ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇപ്പോൾ റാസ്ബെറി പൈ വീഡിയോസ് വേണമെങ്കിൽ പറയാം. ഓക്കെ, ലവ് യു ഗൈസ്, ബൈ, ഹാക്ക് ഫയൽസ്.